ഗുഡ് വിൽ ജംഗ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഫോർത്ത് സെമസ്റ്റർ ബികോം BBAയുടെ EDP എന്ന് പറയുന്ന സബ്ജക്റ്റിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം മൊഡ്യൂൾ 1 നമുക്ക് നോക്കാം. അതിലാദ്യം ഓൺട്രപ്രണർ ആരാന്ന് പഠിച്ചു വയ്ക്കുക. കാരണം 2 മാർക്കിനൊക്കെ എപ്പോഴും വരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ അതായിരിക്കും, ഹൂ ഈസ് എൻ ഓൺട്രപ്രണർ. അപ്പോൾ an entrepreneur ഈസ് എ പേഴ്സൺ ഹൂ കമ്പൈൻസ് ക്യാപിറ്റൽ ആൻഡ് ലേബർ ഫോർ ദ പർപ്പസ് ഓഫ് പ്രൊഡക്ഷൻ. അതായത് ഒരു ഉൽപ്പന്നം പ്രൊഡ്യൂസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ലേബറിനെയും ക്യാപിറ്റലിനെയൊക്കെ കമ്പൈൻ ചെയ്യുന്ന വ്യക്തിയെയാണ് ഓൺട്രപ്രണർ, സംരംഭകൻ എന്ന് പറയുക. അതായത് ഒരു ബിസിനസ്സിൻ്റെ ഓണർ, അതാണ് ഓൺട്രപ്രണർ. ഇനി ഓൺട്രപ്രണറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഓൺട്രപ്രണർ ബ്രിങ്സ് അബൌട്ട് ചേഞ്ചസ് ഇൻ ദ സൊസൈറ്റിയിൽ മാറ്റങ്ങൾ ആര് കൊണ്ടുവരുന്നു? ഓൺട്രപ്രണർ കൊണ്ടുവരുന്നു. ഓൺട്രപ്രണർ ഈസ് ആക്ഷൻ ഓറിയൻറ്റഡ് ആൻഡ് ഹൈലി മോട്ടിവേറ്റഡ് ഇൻഡിവിജ്വൽ. അതായത് ആക്ഷനാണ് കൂടുതലും ഓൺട്രപ്രണർ ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വലിൻ്റെ ഇടയിൽ അത് മോട്ടിവേറ്റ് ആവുന്നു. ഹി ടേക്ക് റിസ്ക് ടു അച്ചീവ് ഗോൾ. അതായത് ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് റിസ്ക് എടുക്കുന്ന ആളാണ് ഓൺട്രപ്രണർ. ഓൺട്രപ്രണർ ഈസ് തിങ്കർ ആൻഡ് ഡൂവർ, അല്ലേ? അതായത് തിങ്കറും ആണ്, അത് ഡൂവർ, അത് ചെയ്യുന്ന ഒരു വ്യക്തിയുമാണ്. മനസ്സിലായാൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു, അത് കൃത്യമായിട്ട് ചെയ്യുന്നു. ഓൺട്രപ്രണർ ഈസ് പ്ലാനർ ആൻഡ് വർക്കർ. ഓൺട്രപ്രണർ പ്ലാൻ ചെയ്യുന്ന ആളാണ്, ആസൂത്രണം ചെയ്യുന്ന ആളാണ്, അതിനോടൊപ്പം വർക്കർ കൂടിയാണ്. ഓൺട്രപ്രണർ ബിൽഡ് ന്യൂ എൻ്റർപ്രൈസ്, ഒരു പുതിയൊരു സംരംഭം എന്ത് ചെയ്യുന്നു? ബിൽഡ് ചെയ്യുന്നു. ഓൺട്രപ്രണർ ആക്സെപ്റ്റ് റെസ്പോൺസിബിലിറ്റീസ് വിത്ത് കോൺഫിഡൻസോട് കൂടിയിട്ട് എല്ലാ ഉത്തരവാദിത്തങ്ങളും സ്വീകരിക്കുന്നു. റോൾ ഓഫ് ഓൺട്രപ്രണേഴ്സ് ഇൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ്. ചിലപ്പോൾ ഇത് 5 മാർക്കിനോ 10 മാർക്സിനോ തിയറി ആയിട്ട് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ ഓടിപ്പോയിട്ട് ഈ പോയിന്റ് ചെയ്തതിനേക്കാൾ നല്ല ഓൺട്രപ്രണർ ആരാന്ന് എഴുതുക, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചെയ്താൽ, എന്നിട്ട് ഈ ഒരു ആൻസറിലോട്ട് വരിക കേട്ടോ. റോൾ ഓഫ് ഓൺട്രപ്രണേഴ്സ് ഇൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് കൺട്രി. അതായത് ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തികപരമായിട്ടുള്ള വളർച്ചയിൽ ഓൺട്രപ്രണറിൻ്റെ പ്രാധാന്യം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് പറയാം, ഒരുപാട് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി. നിങ്ങൾ ഈ പോയിൻറ്റ്സ് ജസ്റ്റ് ഷോർട്ടാണത്, നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ കുറച്ച് വൈഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം മാർക്കിനനുസരിച്ച്. കാരണം ഇത് ഈസി ആയിട്ട് നമുക്ക് പോയിൻറ്റ്സ് പഠിക്കാനായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പോയിൻ്റൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ആ പോയിൻറ്റ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? നിങ്ങളുടെ ഓൺ വേർഡ്സിൽ, നിങ്ങളുടെ സ്വന്തം വാക്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അത് എക്സ്പ്ലെയിൻ ചെയ്യുക. ഓൾറെഡി നമ്മുടെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് EDP ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതിന് ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. 2 മാർക്കിന് 2 മാർക്ക് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കും ചെയ്യാം. അപ്പോൾ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, ഒരുപാട് തൊഴിലവസരങ്ങൾ ഓൺട്രപ്രണർ സൃഷ്ടിക്കുന്നു. ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ്, അതായത് റീജിയണൽ ഡെവലപ്മെൻറ്റിനെ ബാലൻസ് ചെയ്യുന്നു. ഇൻക്രീസ് പെർ ക്യാപിറ്റ ഇൻകം, പ്രതിശീർഷ വരുമാനം കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. എൻകറേജ് ഡെമോക്രസി ആൻഡ് സെൽഫ് ഗവേണൻസിനെയും എൻകറേജ് ചെയ്യുന്നു. പ്രൊമോഷൻ, എക്സ്പോർട്ട്, കയറ്റുമതിയെ പ്രൊമോട്ട് ചെയ്യുന്നു. ഒപ്റ്റിമൈസേഷൻ ഓഫ് ക്യാപിറ്റലിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നു. മൊബിലൈസേഷൻ ഓഫ് ലോക്കൽ റിസോഴ്സുകളെയൊക്കെ മൊബിലൈസ് ചെയ്യുന്നു. എക്കണോമിക് ഇൻ്റഗ്രേഷൻ, സാമ്പത്തികമായിട്ടുള്ള ഒരു സംയോജനം നടത്തുന്നു. ഗ്രോത്ത് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ വളർച്ചയിൽ സഹായിക്കുന്നു. ഗ്രോത്ത് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യങ്ങളിൽ വളർച്ചയ്ക്ക് വേണ്ടി സഹായിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എക്കണോമിക് ഡെവലപ്മെൻറ്റിൽ ഓൺട്രപ്രണറിൻ്റെ റോള്. ഇനി ക്വാളിറ്റീസ്, നല്ലൊരു ഓൺട്രപ്രണർ, ക്വാളിറ്റീനെയാണ് നമ്മൾ ട്രേഡ്സ് എന്ന് പറയുക കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവേണ്ട. ട്രേഡ്സ് ആൻഡ് ക്വാളിറ്റീസ് എന്ന് പറഞ്ഞ് പഠിക്കുക. ട്രേഡ്സ് ഓർ ക്വാളിറ്റീസ്, ഇത് രണ്ടും സെയിം തന്നെയാണ്. ഒരു ഓൺട്രപ്രണറിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ഒരു ഓൺട്രപ്രണർ പാഷൻ ഫോർ ബിസിനസ്സിന് വേണ്ടിയിട്ട് അല്ലെ നടക്കുന്ന ഒരു ആളായിരിക്കണം ഓൺട്രപ്രണർ. ക്രിയേറ്റിവിറ്റി ഉണ്ടായിരിക്കണം. ഹാർഡ് വർക്കർ ആയിരിക്കണം. ഒപ്റ്റിമിസം, ശുഭാപ്തി വിശ്വാസം ഒരു ഓൺട്രപ്രണറിന് ഉണ്ടായിരിക്കണം. സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായിരിക്കണം. കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ആശയവിനിമയം ചെയ്യാനുള്ള ഒരു കഴിവ് ഓൺട്രപ്രണർ ഉണ്ടായിരിക്കണം. ടീമായിട്ട് നമ്മൾ മാനേജ്മെൻറ്റിലെ പ്രിൻസിപ്പിൾ പഠിച്ചിട്ടില്ലേ, സ്പിരിറ്റ്, ഡീകോപ്സ്, അതുപോലെ ടീം സ്പിരിറ്റ് ഉണ്ടായിരിക്കണം. ടെക്നിക്കൽ നോളേജ്, സാങ്കേതികപരമായിട്ടുള്ള അറിവുണ്ടായിരിക്കണം. ഫോർസൈറ്റ്, അതായത് ഭാവിയെ മുൻകൂട്ടി കാണാനായിട്ടുള്ള ഒരു ഫോർസൈറ്റ്നെസ് നല്ലൊരു ഓൺട്രപ്രണറിന് ഉണ്ടായിരിക്കണം. ഈ ഫങ്ഷൻസ് ഓഫ് ഓൺട്രപ്രണർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? പ്ലാനിങ് ദ പ്രൊജക്റ്റിനെ കുറിച്ച് ആസൂത്രണം ചെയ്യുക. ഡിസിഷൻ ഓർഗനൈസ് ചെയ്യുക. ഇന്നവേഷൻ, പുതിയ അതായത് നമ്മുടെ സൊസൈറ്റിയിലുള്ള ആ ഒരു പുതുമ കൊണ്ടുവരിക. ഇത് പുതിയ ടെക്നോളജിയോ അല്ലെങ്കിൽ പുതിയ മെത്തേഡുകളോ കൊണ്ടുവരിക. പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ, പ്രൊജക്റ്റുകളൊക്കെ പുതിയ നടപ്പിലാക്കുക. റിസ്ക് ടേക്കിംഗ് ആൻഡ് അൺസർട്ടനിറ്റി ബെയറിംഗ്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം, മാനേജ്മെൻറ്റ് ഓഫ് ഫിനാൻസ്. ഇതൊക്കെയാണ് ഒരു ഓൺട്രപ്രണർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. ക്ലാസിഫിക്കേഷൻ ഓഫ് ഓൺട്രപ്രണർ, ഇത് essay ക്വസ്റ്റ്യൻ ആണ്, 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, 10 മാർക്കിന് വന്നാലും നിങ്ങൾക്ക് എഴുതാം, അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒരു 1-2 ഓൺട്രപ്രണർ എടുത്ത് പ്രത്യേകം 2 മാർക്കിന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഈ ഒരു ഏരിയ പഠിച്ചിട്ട് പോകാം കേട്ടോ. അടുത്ത ഓൺ ദ ബേസിസ് ഓഫ് ടൈപ്പ് ഓഫ് ബിസിനസ്സിൻ്റെ ടൈപ്പിനനുസരിച്ച് ഓൺട്രപ്രണറെ നമുക്ക് എങ്ങനെയൊക്കെ തരംതിരിക്കാം? ഒന്നാമതാണ് ബിസിനസ് ഓൺട്രപ്രണർ. ഹീ ഈസ് എൻ ഇൻഡിവിജ്വൽ ഹു ഡിസ്കവേഴ്സ് എൻ ഐഡിയ ടു സ്റ്റാർട്ട് എ ബിസിനസ്. ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഐഡിയ കൊടുക്കുന്ന ഇൻഡിവിജ്വലിനെയാണ് ബിസിനസ് ഓൺട്രപ്രണർ എന്ന് പറയുക.
അപ്പോൾ ട്രേഡിംഗ് ഓൺട്രപ്രണർ ആരാ? ഹീസ് എൻ ഓൺട്രപ്രണർ ഹു അണ്ടർടേക്സ് ട്രേഡിംഗ് ആക്ടിവിറ്റി. അതായത് ട്രേഡിംഗ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യില്ലേ, അതായത് വ്യാപാരം. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആളെയാണ് ട്രേഡിംഗ് ഓൺട്രപ്രണർ എന്ന് പറയുക. അപ്പോൾ ഇൻഡസ്ട്രിയൽ ഓൺട്രപ്രണറോ ഹു അണ്ടർടേക്സ് മാനുഫാക്ചറിങ് ആക്ടിവിറ്റി. ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും അണ്ടർടേക്ക് ചെയ്യുന്ന ഓൺട്രപ്രണറിനെയാണ് ഇൻഡസ്ട്രിയൽ ഓൺട്രപ്രണർ എന്ന് പറയുക. അടുത്ത കോർപ്പറേറ്റ് ഓൺട്രപ്രണർ ഉണ്ട്. ഹീസ് എ പേഴ്സൺ ഹു ഡെമോൺസ്ട്രേറ്റ് ഹിസ് സ്കിൽ ഇൻ ഓർഗനൈസേഷൻ ആൻഡ് മാനേജിങ് എ കോർപ്പറേറ്റ് അണ്ടർടേക്കിംഗ്. അതായത് ഒരു സ്ഥാപനത്തിൽ അദ്ദേഹത്തിൻ്റെ സ്കില്ല് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുകയും അത് മാനേജ് ചെയ്യുകയും ചെയ്യുന്ന വ്യക്തിനെയാണ് കോർപ്പറേറ്റ് ഓൺട്രപ്രണർ എന്ന് പറയുക. അപ്പോൾ ആരാണ് അഗ്രികൾച്ചറൽ ഓൺട്രപ്രണർ? ആ പേരിൽ തന്നെയുണ്ട്, ദേ ആർ ഓൺട്രപ്രണേഴ്സ് ഹു അണ്ടർടേക്ക് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റി. അഗ്രികൾച്ചറൽ ആക്ടിവിറ്റി ചെയ്യുന്ന ഓൺട്രപ്രണറിനെയാണ് അഗ്രികൾച്ചറൽ ഓൺട്രപ്രണർ എന്ന് പറയുക. അപ്പോൾ ടൈപ്പ് ഓഫ് ബിസിനസ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഓൺട്രപ്രണറിനെ നമുക്ക് 5ആയിട്ട് തരംതിരിക്കാം. ഇനി ടെക്നോളജി, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടെക്നോളജിയുടെ അടിസ്ഥാനത്തിൽ ഓൺട്രപ്രണറിനെ നമുക്ക് എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യാം? 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ടെക്നിക്കൽ ഓൺട്രപ്രണർ. ദേ ആർ എക്സ്ട്രീംലി ടാസ്ക് ഓറിയൻറ്റഡ് ആണ്. ദേ ആർ ക്രാഫ്റ്റ്സ്മാൻ ടൈപ്പാണ്. അതായത് ടാസ്ക് എപ്പോഴും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കില്ലേ, അപ്പോൾ അങ്ങനെയുള്ള ഓൺട്രപ്രണർ ടെക്നിക്കൽ ഓൺട്രപ്രണർ. നോൺ ടെക്നിക്കൽ എന്ന് പറഞ്ഞാൽ ദീസ് ഓൺട്രപ്രണേഴ്സ് ആർ നോട്ട് കൺസേൺ വിത്ത് ദ ടെക്നിക്കൽ ആസ്പെക്ട്. ഇതൊരു പ്രൊഡക്റ്റിൻ്റെ സാങ്കേതികപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു അറിവും ഇല്ലാത്ത ഓൺട്രപ്രണറാണ് നോൺ ടെക്നിക്കൽ ഓൺട്രപ്രണർ. പക്ഷേ ടെക്നിക്കൽ അങ്ങനെയല്ല, ടെക്നോളജി പരമായിട്ട് നല്ല ഒരു നോളജ് ആ ഒരു ഓൺട്രപ്രണർ ഉണ്ടായിരിക്കും. അടുത്ത പ്രൊഫഷണൽ ഓൺട്രപ്രണറാണ്. ഹീസ് എൻ ഓൺട്രപ്രണർ ഹു സ്റ്റാർട്ട് ബിസിനസ് യൂണിറ്റ് ബട്ട് നോട്ട് ക്യാരി ഓൺ ദ ബിസിനസ് ഫോർ ലോങ് പീരീഡ്. അതായത് ഒരു ബിസിനസ് തുടങ്ങുകയും അധിക കാലം എന്ത് ചെയ്യില്ല, ആ ബിസിനസ് ക്യാരി ചെയ്യില്ല. അങ്ങനെയുള്ള ഓൺട്രപ്രണറാണ് പ്രൊഫഷണൽ ഓൺട്രപ്രണർ. അടുത്ത ഓൺ ദ ബേസിസ് ഓഫ് മോട്ടിവേഷൻ. മോട്ടിവേഷൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന ഓൺട്രപ്രണറാണ് പ്യുവർ ഓൺട്രപ്രണർ, ഇൻഡ്യൂസ്ഡ് ഓൺട്രപ്രണർ, മോട്ടിവേറ്റഡ് ഓൺട്രപ്രണർ. ഈ 3 ഒരെണ്ണം വരാൻ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. ആരാണ് പ്യുവർ ഓൺട്രപ്രണർ? ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഓൺട്രപ്രണർ ദേ ബിലീവ് ഇൻ ദെയർ ഓൺ പെർഫോമൻസ് വൈൽ അണ്ടർടേക്കിംഗ് ബിസിനസ് ആക്ടിവിറ്റി. ബിസിനസ് ചെയ്യുന്നതിൽ അവരുടെ സ്വന്തം പെർഫോമൻസിൽ എന്ത് ചെയ്യാണ്, വിശ്വസിക്കുകയാണ്. അതായത് എനിക്ക് നന്നായി പെർഫോം ചെയ്യാൻ അറിയാം, അങ്ങനെ വിശ്വസിക്കുന്ന ടൈപ്പ് ഓഫ് ഓൺട്രപ്രണറാണ് പ്യുവർ ഓൺട്രപ്രണർ. ഇൻഡ്യൂസ്ഡ് ഓൺട്രപ്രണർ, ഹീസ് ഇൻഡ്യൂസ് ടു ടേക്ക് അപ്പ് ആൻ എൻ്റർപ്രണോറിയൽ ആക്ടിവിറ്റി വിത്ത് വ്യൂ ടു അവൈൽ സം ബെനിഫിറ്റ് ഫ്രം ദ ഗവൺമെൻറ്. ഗവൺമെൻറ്റിൽ നിന്ന് ബെനിഫിറ്റുകൾ എന്താ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടൊക്കെ എൻ്റർപ്രണോറിയൽ ആക്ടിവിറ്റി ചെയ്യുന്ന വ്യക്തിയാണ് ഇൻഡ്യൂസ്ഡ് ഓൺട്രപ്രണർ. അതായത് ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുക. ഇനി മോട്ടിവേറ്റഡ് ഓൺട്രപ്രണർ ഉണ്ട്. മോട്ടിവേറ്റഡ് എന്താ മോട്ടിവേറ്റഡ് ഓൺട്രപ്രണർ എന്ന് പറഞ്ഞാൽ ദീസ് ഓൺട്രപ്രണേഴ്സ് ആർ മോട്ടിവേറ്റഡ് ബൈ ദ ഡിസയർ ടു മേക്ക് യൂസ് ഓഫ് ദെയർ ടെക്നിക്കൽ ആൻഡ് പ്രൊഫഷണൽ എക്സ്പേർട്ട് ആൻഡ് സ്കിൽ. പ്രൊഫഷണൽ എക്സ്പേർട്ടിൻ്റെയും സ്കില്ലെല്ലാം ഉപയോഗിച്ചുകൊണ്ട് എന്താണ് മോട്ടിവേറ്റഡ് ആയിട്ട് ഓൺട്രപ്രണോറിയൽ ആക്ടിവിറ്റി ചെയ്യുന്ന ഓൺട്രപ്രണറാണ് മോട്ടിവേറ്റഡ് ഓൺട്രപ്രണർ. അടുത്താണ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ്. സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഓൺട്രപ്രണറിനെ ഫസ്റ്റ് ജനറേഷൻ ഓൺട്രപ്രണർ എന്നും മോഡേൺ ഓൺട്രപ്രണർ എന്നും ക്ലാസിക്കൽ ഓൺട്രപ്രണർ തരംതിരിക്കുന്നു. അതിൽ ഫസ്റ്റ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഹീ ഈസ് ഓൺ ഹൂ സ്റ്റാർട്ട്സ് ആൻ ഇൻഡസ്ട്രിയൽ യൂണിറ്റ് ബൈ മീൻസ് ഓഫ് ഹിസ് ഓൺ ഇന്നവേറ്റീവ് ഐഡിയ. അതായത് ഒരാളുടെ സ്വന്തം ഇന്നവേറ്റീവ് ഐഡിയാസും സ്കിൽസും ഉപയോഗിച്ചാണ് അദ്ദേഹം ഇൻഡസ്ട്രിയൽ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അത്തരം ഓൺട്രപ്രണറാണ് ഫസ്റ്റ് ജനറേഷൻ ഓൺട്രപ്രണർ. മോഡേൺ ഓൺട്രപ്രണറോ ഹീസ് എൻ ഓൺട്രപ്രണർ ഹു അണ്ടർടേക്ക് ദോസ് വെഞ്ചർ വിച്ച് സ്യൂട്ട്സ് ദ മോഡേൺ മാർക്കറ്റിംഗ് നീഡ്സ്. അതായത് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് ആവശ്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് ഒരു ബിസിനസ് സംരംഭം തുടങ്ങുകയാണെങ്കിൽ അങ്ങനെയുള്ള ഓൺട്രപ്രണർ മോഡേൺ ഓൺട്രപ്രണർ. ഇനി ക്ലാസിക്കൽ ഓൺട്രപ്രണർ, ഹീസ് വൺ ഹു ഡെവലപ്പ് എ സെൽഫ് സപ്പോർട്ടിംഗ് വെഞ്ചർ ഫോർ ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് കസ്റ്റമേഴ്സ് നീഡ്. കസ്റ്റമറിൻ്റെ ആവശ്യത്തിന് കസ്റ്റമറുടെ ആവശ്യം അനുസരിച്ച് അവരുടെ ആ ഒരു സംതൃപ്തിക്ക് വേണ്ടിയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുക, സെൽഫ് സപ്പോർട്ടിംഗ് ആയിട്ട് തുടങ്ങുന്ന ഒരു ടൈപ്പ് ഓഫ് ഓൺട്രപ്രണറാണ് ക്ലാസിക്കൽ ഓൺട്രപ്രണർ. അടുത്ത ഓൺട്രപ്രണോറിയൽ ആക്ടിവിറ്റീസിൻ്റെ അടിസ്ഥാനത്തിൽ നൊവൈസ്, സീരിയൽ ഓൺട്രപ്രണർ, പോർട്ട്ഫോളിയോ ഓൺട്രപ്രണർ. ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുക കേട്ടോ. അടുത്തൊരു ടോപ്പിക്കാണ് കൊമേഴ്ഷ്യൽ ഓൺട്രപ്രണർ. ദേ ആർ ദോസ് ഓൺട്രപ്രണേഴ്സ് ഹൂ സ്റ്റാർട്ട്സ് ബിസിനസ് എൻ്റർപ്രണേഴ്സ് ഫോർ ദെയർ പേഴ്സണൽ ഗെയിൻ. അതായത് ഒരാൾ സ്വന്തം പേഴ്സണൽ ഗെയിനിന് വേണ്ടിയിട്ട് ബിസിനസ് തുടങ്ങുന്ന ഓൺട്രപ്രണറിനെയാണ് കൊമേഴ്ഷ്യൽ, വാണിജ്യപരമായുള്ള ഓൺട്രപ്രണർ എന്ന് പറയുക. അടുത്ത സോഷ്യൽ, അതായത് നമ്മൾ പറയുന്ന ക്ലാസിഫിക്കേഷന് പുറമേ വരുന്ന ടൈപ്പ് ഓഫ് ഓൺട്രപ്രണറാണിത് കേട്ടോ. അടുത്ത സോഷ്യൽ ഓൺട്രപ്രണറാണ്. സോഷ്യൽ ഓൺട്രപ്രണേഴ്സ് ആർ ദോസ് ഹു സ്റ്റാർട്ട് ബിസിനസ് നോട്ട് ഫോർ മേക്കിംഗ് പ്രോഫിറ്റ് ബട്ട് ഫോർ പ്രൊവൈഡിങ് സോഷ്യൽ വെൽഫെയർ. കണ്ടോ, അത് ലാഭത്തിന് വേണ്ടിയിട്ടല്ല അവർ ഇത്തരം സ്ഥാപനങ്ങൾ തുടങ്ങിയേക്കണേ, പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? സോഷ്യൽ വെൽഫെയർ, സാമൂഹ്യക്ഷേമം, സമൂഹത്തിലെ അതായത് സൊസൈറ്റിയിലെ പാവങ്ങളെ സഹായിക്കുക, ട്രെയിനിങ് കൊടുക്കുക, ലെക്ചർ മെത്തേഡിൽ അവർക്ക് പല പല ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഒരു സോഷ്യൽ വെൽഫെയറിന് വേണ്ടിയിട്ട് നമ്മളൊരു ബിസിനസ് സംരംഭം തുടങ്ങുകയാണെങ്കിൽ അത്തരം ഓൺട്രപ്രണേഴ്സിനെയാണ് സോഷ്യൽ ഓൺട്രപ്രണർ എന്ന് പറയുക. അപ്പോൾ ഇത്രയാണ് ടൈപ്സ് ഓഫ് ഓൺട്രപ്രണർ. അടുത്താണ് ഓൺട്രപ്രണർഷിപ്പ്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് വാല്യൂ ബൈ ബ്രിങ്ങിങ് ടുഗെദർ യൂണിക് പാക്കേജ് ഓഫ് റിസോഴ്സസ് ടു എക്സ്പ്ലോയിറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി.
അതായത് ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഓൺട്രപ്രണർ എന്ന് പറയില്ലേ, അതായത് ഓൺട്രപ്രണർ ചെയ്യുന്ന പ്രോസസ്സിൽ പ്രക്രിയ, അതിനെയാണ് ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുക. അതായത് എല്ലാ റിസോഴ്സുകളെയും ഒരുമിപ്പിച്ച് കൊണ്ടുകൊണ്ട് ഒരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുക. ആരാണ് ഇൻട്രാപ്രണർ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആരാണ് ഇൻട്രാപ്രണർ എന്ന് ചോദിക്കാം. ഇറ്റ് റെഫേഴ്സ് ടു ആൻ എംപ്ലോയി ഓഫ് ദ ഓർഗനൈസേഷൻ who is in charge of undertaking innovations in product, service, process. അതായത് ഒരു സ്ഥാപനത്തിൽ പ്രൊഡക്റ്റിൻ്റെ ഇന്നൊവേഷനുമായി ബന്ധപ്പെട്ടോ സർവീസ് അല്ലെങ്കിൽ സർവീസുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയയുമായി ബന്ധപ്പെട്ടോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഇൻചാർജുള്ള ഒരു സ്ഥാപനത്തിൽ ഇൻചാർജുള്ള ഒരു എംപ്ലോയി, ഒരു തൊഴിലാളിയാണ് ഇൻട്രാപ്രണർ. അപ്പോൾ ഇൻട്രാപ്രണർ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ ഓണർ അല്ല കേട്ടോ. ബിസിനസ്സിൽ ഓൺട്രപ്രണർ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇൻട്രാപ്രണർ കേട്ടോ. അത് മറന്നു പോകരുത്, തെറ്റിച്ച് കളയരുത്. ഓൺട്രപ്രണറും ഇൻട്രാപ്രണറും തമ്മിൽ ഡിഫറൻസ് 5 മാർക്കിന് ചോദിക്കാം. ഓൺട്രപ്രണർ ഈസ് എ ഇൻഡിപെൻഡൻ്റ് ആണ്, പക്ഷേ ഇൻട്രാപ്രണറോ സെമി ഇൻഡിപെൻഡൻ്റ് ആണ്. ഇനി ഓൺട്രപ്രണർ വർക്ക് ഫോർ പ്രോഫിറ്റ്. ഓൺട്രപ്രണർ എന്ന് പറഞ്ഞാൽ ഓണറാണ്, അദ്ദേഹം ലാഭത്തിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇൻട്രാപ്രണർ ഒരു എംപ്ലോയി അല്ലേ, അദ്ദേഹം സാലറിക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓൺട്രപ്രണർ ഈസ് എ റിയൽ ഓണർ. ഒരു ബിസിനസ്സിൻ്റെ റിയൽ ഓണറാണ് ഓൺട്രപ്രണർ, പക്ഷേ ഇൻട്രാപ്രണർ നോട്ട് എ റിയൽ ഓണർ ഓഫ് ദ ബിസിനസ്. ഓപ്പറേറ്റ്സ് ഫ്രം ഔട്ട്സൈഡ് ആൻ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെ പുറത്ത് നിന്നിട്ടും എന്ത് ചെയ്യുക, ബിസിനസ്സിനെ ഓപ്പറേറ്റ് ചെയ്യാം. പക്ഷേ ഇൻട്രാപ്രണർ ഒരു എംപ്ലോയി ആയതുകൊണ്ട് തന്നെ എപ്പോഴും ബിസിനസ്സിൻ്റെ അകത്തായിരിക്കും. റേസസ് റിക്വയർഡ് ക്യാപിറ്റൽ. ഓൺട്രപ്രണർ എന്ത് ചെയ്യണം, ബിസിനസ്സിന് വേണ്ട മൂലധനം റേസ് ചെയ്യണം. പക്ഷേ ഇൻട്രാപ്രണർ ഒരു എംപ്ലോയി അല്ല, അദ്ദേഹത്തിന് ക്യാപിറ്റൽ റേസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ. ഇനി അടുത്ത് ഇൻറ്റ്യൂട്ടീവ് അപ്രോച്ചാണ്, ഇത് റെസ്ട്രോട്ടീവ്, അതൊരു ജസ്റ്റ് ഒരു അപ്രോച്ചാണ് പറയുന്നത് കേട്ടോ. അത് ഡിഫറൻസ് ബിറ്റ്വീൻ ഓൺട്രപ്രണർ ആൻഡ് മാനേജർ. ഇതും ഏകദേശം സെയിം തന്നെയാണ്. മാനേജർ എന്ന് പറഞ്ഞാലും ഒരു എംപ്ലോയി തന്നെയാണ് അല്ലേ. അപ്പോൾ ഓൺട്രപ്രണർ ഈസ് ഓണർ ഓഫ് ദ എൻ്റർപ്രൈസ് ആണെങ്കിൽ മാനേജർ ഈസ് എംപ്ലോയി. ഇനി വർക്ക് ഫോർ പ്രോഫിറ്റ്. പ്രോഫിറ്റിനാണ് വർക്ക് ചെയ്യുന്ന ഓൺട്രപ്രണർ, മാനേജർ സാലറിക്ക് വേണ്ടിയിട്ട്. സെൽഫ് മോട്ടിവേറ്റഡ് ആണ്, അത് മോട്ടിവേറ്റഡ് ബൈ പവർ. റെസ്പോൺസിബിലിറ്റി വളരെ ഹൈ ആണ് ഓൺട്രപ്രണറിന് അല്ലേ. മാനേജർ ആണെങ്കിലോ റെസ്പോൺസിബിലിറ്റി വളരെ കുറവാണ്. ഇൻട്രൊഡ്യൂസ് ഇന്നോവേഷൻസ് ആൻഡ് ന്യൂ ഐഡിയ. പുതിയ പുതിയ ഐഡിയാസും പുതിയ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്ന ആരും ഓൺട്രപ്രണറാണ്. അത് നടപ്പിലാക്കുന്ന ഒരു ജോലിയാണ് മാനേജറിനുള്ളത്. ഇനി വുമൺ ഓൺട്രപ്രണർഷിപ്പ്. മക്കളെ, ഈ ഒരു ഏരിയയിൽ നിന്ന് ഉറപ്പായിട്ടൊരു ക്വസ്റ്റ്യൻ വരും. എന്താണ് വുമൺ ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ? എനി വുമൺ ഓർ ഗ്രൂപ്പ് ഓഫ് വുമൺ വിച്ച് ഇനീഷ്യേറ്റ്, ഇന്നവേറ്റ്സ് ആൻഡ് അഡാപ്റ്റ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി ഈസ് കോൾഡ് വുമൺ ഓൺട്രപ്രണർഷിപ്പ്. അതായത് പൈസയ്ക്ക് വേണ്ടിയിട്ട്, അതായത് വുമൺ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് വുമൺ അല്ലേ, ഒരു ഗ്രൂപ്പ് ഓഫ് വുമണും കൂടിയിട്ട് ഒരു പുതിയ അഡാപ്റ്റബിളായിട്ട്, അതായത് പുതിയ ഐഡിയാസ് വെച്ചുകൊണ്ട് ഒരു ബിസിനസ് തുടങ്ങുന്നതിനെയാണ് വുമൺ ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുക. അതായത് ഇപ്പോൾ നമുക്കറിയാം ശീമാട്ടിയൊക്കെ നമുക്കറിയാം അല്ലേ. അപ്പോൾ അങ്ങനെ വുമണോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് വുമണോ കൂടി ചേർന്ന് നടത്തുന്ന ബിസിനസ്സാണ് വുമൺ ഓൺട്രപ്രണർഷിപ്പ് കേട്ടോ. ഇനി അവർക്ക് ഒരുപാട് പ്രോബ്ലം അവർ ഫേസ് ചെയ്യുന്നുണ്ട്. അത് എസ് ആയിട്ട് വരാറുണ്ട്. വാട്ട് ആർ ദ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ വുമൺ ഓൺട്രപ്രണർ? വുമൺ ഓൺട്രപ്രണർ നേരിടുന്ന പ്രശ്നങ്ങൾ. ഒന്ന്, ഷോർട്ടേജ് ഓഫ് ഫിനാൻസ് ഇല്ലാത്തൊരവസ്ഥ. അതുപോലെ റോ മെറ്റീരിയൽ സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഡിഫിക്കൽട്ടീസ്, ഇന്നാഡിക്വേറ്റ് മാർക്കറ്റ് ഫെസിലിറ്റീസ് ഇല്ലാത്തത്, കോമ്പറ്റീഷനെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അല്ലേ, ഹൈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപ്പാദന ചെലവ് വളരെ കൂടുതലായിരിക്കും, എഡ്യൂക്കേഷൻ ഇല്ലായ്മ, ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് അവർക്ക് കൂടുതലായിരിക്കും അല്ലേ. വുമണ് ലോ മൊബിലിറ്റിയാണ്, അതുപോലെ ട്രെയിനിങ് ഇല്ലാത്തത്, അതുപോലെ സോഷ്യൽ ആറ്റിറ്റ്യൂഡ് റിജിഡ് ആയിട്ടുള്ളത്, ലാക്ക് ഓഫ് ഇൻഫർമേഷൻ, വിവരം കളക്ട് ചെയ്യാനായിട്ടുള്ളൊരു ഉപാധി ഇല്ലാത്തത്, അതുപോലെ തന്നെ ലോ നീഡ് ഫോർ അച്ചീവ്മെൻറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് വുമൺ ഓൺട്രപ്രണർ നേരിടുന്ന പ്രശ്നങ്ങൾ. ഇത് എസ് ആയിട്ട് ചോദിച്ചാൽ നിങ്ങൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം കേട്ടോ. ഇനി ഈ ഒരു പ്രോബ്ലംസ് ഇവർ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊക്കെയുള്ള റെമഡി എന്താണ്, അതിൻ്റെ പ്രതിവിധി എന്താണ്? ഒന്ന്, പ്രൊമോഷൻ ഹെൽപ്പ് കൊടുക്കുക, ട്രെയിനിങ് ഫെസിലിറ്റീസ് അവർക്ക് കൊടുക്കുക, അതുപോലെ മെഷീനറിയും ടെക്നോളജി തിരഞ്ഞെടുക്കുമ്പോൾ അവരെ സഹായിക്കുക, അതുപോലെ സ്പെഷ്യൽ സ്കീം അവർക്ക് വേണ്ടിയിട്ട് ഫിനാൻസ് കൊടുക്കാനുള്ള സ്പെഷ്യൽ സ്കീമുകൾ കൊണ്ടുവരിക, മാർക്കറ്റിംഗ് അസിസ്റ്റൻസ് കൊടുക്കുക. ഇനി വുമൺ ഓൺട്രപ്രണറിനെ അസിസ്റ്റ് ചെയ്യുന്ന നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ ലോകത്ത് നോക്കുകയാണെങ്കിൽ വുമൺ ഓൺട്രപ്രണേഴ്സിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരുപാട് സംരംഭങ്ങളുണ്ട്. അത് ഏതൊക്കെയാണ്? സിഡ്കോ, സ്മോൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ, നാഷണൽ സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, സ്മോൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, കൊമേഴ്ഷ്യൽ ബാങ്കുകൾ, കുടുംബശ്രീ യൂണിറ്റുകൾ, മഹിളാ ഉദയൻ നിധി, ഇതൊക്കെയാണ് അവരെ സഹായിക്കാനായിട്ടുള്ള സംരംഭങ്ങൾ. ഇനി ഓൺട്രപ്രണോറിയൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുകൾ, EDP, അതായത് നമ്മുടെ സബ്ജക്റ്റിൻ്റെ പേര് തന്നെയാണ്. എന്താ ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് എ പ്രോഗ്രാം വിച്ച് ഹെൽപ്സ് ഇൻ ഡെവലപ്പിംഗ് ഓൺട്രപ്രണോറിയൽ എബിലിറ്റി. ഓൺട്രപ്രണോറിയൽ എബിലിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അവരെ സഹായിക്കുന്ന പ്രോഗ്രാമുകളെയാണ് EDP എന്ന് പറയുക. അതിന് നീഡ് എന്താ? ഹെൽപ്പ് അൺഎംപ്ലോയിഡ് പീപ്പിൾസ്, അതായത് ജോലിയില്ലാത്ത ആളുകളെ സഹായിക്കുന്നു. ഹെൽപ്സ് ഫാസ്റ്റർ ഇൻഡസ്ട്രിയലൈസേഷൻ കൊണ്ടുവരിക, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക, ഹൈ റേറ്റ് ഓഫ് എക്കണോമിക് ഗ്രോത്ത് ഇതിലൂടെ ഉണ്ടാവുക, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ സാധിക്കുക. ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ഉദ്ദേശ്യം എന്താണ്, അതിൽ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ റിസോഴ്സുകളെ ഒപ്റ്റിമം യൂട്ടിലൈസ് ചെയ്യുക,
സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ജീവിത നിലവാരം ഇമ്പ്രൂവ് ചെയ്യുക, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയലൈസേഷൻ കൊണ്ടുവരിക, അതുപോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റ് എൻട്രി അലൗ ചെയ്യുക, ഇന്നവേഷൻസ് കൊണ്ടുവരിക. ഇതൊക്കെയാണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് കേട്ടോ. ഇനി ഇ ഡി പിയുടെ സ്റ്റെപ്സ് ഓർ ഫേസസ്, സ്റ്റേജസ് ചോദിക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ആ പറയുന്ന ഏരിയാസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക അല്ലേ. അതിനുശേഷം ഡെവലപ്പിംഗ് ദെയർ ഓൺട്രപ്രണോറിയൽ ക്യാപ്പബിലിറ്റീസ് നമ്മൾ ഡെവലപ്പ് ചെയ്യുക. മൂന്നാമത് അത് എൻഷ്വർ ചെയ്യുക, അതിൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി അത് എൻഷ്വർ ചെയ്യുക. അതുപോലെ ഇക്വിപ്പിംഗ് ഓൺട്രപ്രണേഴ്സ് വിത്ത് ബേസിക് മാനേജൽ അണ്ടർസ്റ്റാൻഡിങ് കൊടുക്കുക. ഹെൽപ്പിംഗ് ദം ടു സെക്യൂർ നെസസറി ഫിനാൻഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ കൊടുക്കുക. ടെക്നിക്കൽ നോളേജ് ആൻഡ് സ്കില്ല്, അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻസ് ട്രെയിനിങ്, പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ്, മാർക്കറ്റിംഗ് സർവേ, മാനേജീരിയൽ സ്കില്ല്, പ്രൊജക്റ്റ് പ്രിപ്പറേഷൻ, ഇൻഡസ്ട്രിയൽ വിസിറ്റ് ഇൻ പ്ലാന്റ് ട്രെയിനിങ്, ബിസിനസ് മാനേജ്മെൻറ്റ് ഗൈഡൻസ്. ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്നിട്ടുള്ള നോട്ട്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിൽ എങ്ങനെ പോയാലും കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. എന്തായാലും ഒരു എസ്സേ ക്വസ്റ്റ്യൻ അതിൽ നിന്ന് ഉണ്ടാവും, അതുകൂടാതെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. ഫസ്റ്റ് ചാപ്റ്റർ നന്നായി പഠിക്കുക. സെക്കൻഡ് മൊഡ്യൂൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക്